ചൈനക്കാരന്മാർ ഭൂമിയിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ചൈനക്കാരന്മാർ ചിന്തിക്കുന്നത്. കാരണം എനിക്ക് തോന്നിയില്ല ഇവരൊരു യുദ്ധം ചെയ്യാൻ പോകുന്നോ ഇല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തിനെ ഉപദ്രവിക്കുമെന്നോ അങ്ങനെ എനിക്ക് തോന്നിയേയില്ല. കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇവരെ വളർച്ച നാട്ടിലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഇവരെ ഗ്രാമങ്ങളിലും അതുപോലെ എന്താ പറയുക റോഡിൻ്റെ കാര്യങ്ങൾ ഇതിപ്പോൾ ഒന്നും വേണ്ടി ഇത് റോഡാട്ടോ, നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇതൊരു ഓർബിച്ചിട്ടുള്ളത് റോഡാണ്. ഇവരെ വളർച്ചയാണ് നമ്മൾ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. കാരണം എന്താ പറഞ്ഞാൽ വെറുതെ നമ്മൾ ആരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതാണ്ടോ ഇപ്പോൾ ഇതുപോലുള്ള സാധനത്തിലാണ് നമ്മളും പോകുന്നത്. ഇതാണ്ടോ ഇങ്ങനൊരു ഇതിൽ തന്നെയാണ് നമ്മളും പോകുന്നത്. ഇതിന് നേരെ മേലെ നോക്കിയാൽ ഇത്രയും ആൾക്കാർ ഇരിക്കുന്നുണ്ടോ കണ്ടോ, ഇതുപോലുള്ള സാധനത്തിലാണ് ഞാനും പോകുന്നത്. അപ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കണം. കാരണം എന്താ പറഞ്ഞാൽ ഇവർ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. എപ്പോഴത്തെ പോലും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു സാധനത്തിന് വില ചോദിച്ച് നമ്മൾ മടുത്ത് നമ്മൾ ഇറങ്ങി വന്ന് വിചാരിച്ചു 10-15 മിനിറ്റ് നമ്മൾ സംസാരിച്ചു, വില കൊണ്ട് സെറ്റ് ആവുന്നില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് തിരിച്ച് വരണമെന്ന് ചോദിച്ചു. ഇവർ നമ്മളെന്താക്കുന്ന അറിയാലോ, ഒന്നും വേണ്ടില്ല, പാവട്ടെ ചിരിച്ച് ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് മെല്ലെ ഇവരെ ഭാഷയിൽ സിസിയെ എന്ന് പറയും. അത് താങ്ക് യു എന്ന് പറയുന്ന പോലെ. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞ് ഇവർ ഒക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വരുന്നത് ചിരിച്ചിട്ടാണ് വരുന്നത്. നമ്മൾ നല്ലപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എവിടെ പോകുകയാണെങ്കിൽ. പിന്നെ ഇവരെ കാര്യം മാത്രമാണ് ഇവർക്ക് മെയിൻ. കാരണം ഇവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ തല ഇടാറില്ല. കാരണം കുറ്റം പറയലോ അങ്ങനെയൊന്നും സംഭവം ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല. അവർ എല്ലാവരും ജോലിക്കാരാണ്. രാവിലെ എണീച്ച് ജോലിക്ക് പോവുക, ഭക്ഷണം കഴിക്കുന്ന കൃത്യനിഷ്ഠത, അതുപോലെ കറക്റ്റ് 8 മണിക്കൂർ ജോലി എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ ജോലി ചെയ്യുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവരെ ചിട്ടാവട്ടങ്ങൾ കറക്റ്റാണ്. മക്കളെ വിദ്യാഭ്യാസം ത്തോടൊപ്പം ഇവർക്ക് ടെക്നിക്കൽ പരമായിട്ടും അല്ലാതെയും ഇവർ എന്താ പറയുക ഓരോന്നും ട്രെയിൻ ചെയ്യിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നാടിൻ്റെ വളർച്ച ഇത്രയെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് ഞാൻ അങ്ങനെയാണ്. കാരണം എനിക്ക് തോന്നിയ അങ്ങനെയാണ്, അതാണ്. പിന്നെ വേറെന്താ പറയുക, ഇവിടുത്തെ ഓരോ കാഴ്ചകളും കാണുമ്പോൾ അതിമനോഹരമായിട്ട് ഭംഗിയും ഇതും നമുക്കൊന്നും പറയാനില്ല കേട്ടോ. എന്താ പറയുക, നമ്മൾ തരിച്ചു പോവും. നമ്മൾ ഒരു വട്ടമെങ്കിലും ചൈന സന്ദർശിക്കണം, ഒരൊറ്റ വട്ടം. കാരണം സന്ദർശിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നാട്ടിൽ പറയുന്നത് പച്ച കള്ളമാണ്. കാരണം എന്താ ചൈനയെ കുറിച്ച് മോശമായി പറയുന്നത്. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയല്ല. ഏത് നട്ടപ്പാതരയ്ക്കും ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റും. പെണ്ണുങ്ങൾക്കും ആണിനും കുട്ടികൾക്കും മക്കൾക്കും എല്ലാവർക്കും നടക്കാൻ പറ്റും ഇവിടെ. ഞാനത് മനസ്സിലാക്കിയ കാരണം ഞാൻ എൻ്റെ ഭാര്യനെ കൊണ്ട് മൊത്തം കറങ്ങി. എനിക്കൊരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇവിടെ എല്ലാവരും നല്ല എന്താ പറയുക കൂടപ്പുറപ്പുള്ളവരെ പോലെ നമ്മളെ നോക്കുന്നത് ശ്രദ്ധിക്കുന്നതും വന്ന് ഫോട്ടോ എടുക്കുന്നു കാര്യങ്ങൾ ഭയങ്കര രസമാണ്. എന്താ പറയുക നമുക്ക് ഒരു ഡിസ്റ്റർബില്ല. നല്ല വൃത്തി കാര്യങ്ങൾ അച്ചടക്കം ഒതുക്കം എല്ലാം ചൈനയിലുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാമങ്ങളായിക്കോട്ടെ. ഇതിപ്പോൾ നോക്കി ഒരു ഓർബിറ്റ് ചാട്ടോ, ഇവിടുത്തെ കൺസ്ട്രക്ഷൻ കണ്ടില്ലേ, നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഗ്രാമങ്ങളിലാണെങ്കിലും ഇതുപോലെ എന്താ പറയുക നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്പുറമാണ്. നമ്മൾ പിന്നെ എന്താ പറയുക ഇവിടെ നമുക്കൊന്നും പറയാനില്ല ഇവരെ കുറിച്ച്. കാരണം ഒരു നെഗറ്റീവായിട്ട് ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. എപ്പോഴാണ് നോക്കിയാലും അടിപൊളി കാഴ്ചകൾ മാത്രം. അടിപൊളി കാഴ്ചകൾ മാത്രം. ഇതിപ്പോൾ എത്ര നേരമായി എന്നറിയാമോ ഈ സാധനം ഇതിൻ്റെ യാത്ര. കാരണം ഒരുപാട് നേരമായി. ഇതിൽ കുറേ മലയാളികൾ, ഹിന്ദിക്കാർ, അതുപോലെ ഈ ക്യാൻഡം ഫയർ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പല ഭാഗത്തുനിന്ന്. അപ്പോൾ ഇത് 6 മണിക്കാണ് ഇതിൻ്റെ ഈ ലൈറ്റിംഗ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് പുറപ്പെടുന്നത്. വൈകുന്നേരം 6 മണി സമയങ്ങളാകുമ്പോഴാണ് ഇതുപോലെ KSRTC ബസ് എടുക്കുന്ന പോലെ പുറപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്നും പറയാനില്ല, അടിപൊളി.